ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറി ടൗൺ. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. മത്തങ്ങയും പരിപ്പും കൂടിയുള്ള കറിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു പൊടികളും ചേർക്കുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കാണ്ട് മത്തങ്ങയും പരിപ്പും നമുക്കിന്നൊന്ന് കറി വെച്ചാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ചെറുതായി നുറുക്കിയെടുത്തു. പരിപ്പ് കഴുകി കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ടു. തേങ്ങ അരപ്പിന് വേണ്ടിയിട്ടാണ്, അത് ചിരകിയ തേങ്ങയാണ്, അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ജീരകം തേങ്ങയുടെ കൂടെ ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട് 2 വെളുത്തുള്ളി, ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തപ്പോൾ കൂടിപ്പോയിട്ടോ, 2 വെളുത്തുള്ളി മതി, 2 പച്ചമുളക്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ ഒരു കുക്കറിനകത്തോട്ട് നുറുക്കി വെച്ച മത്തങ്ങയും കഴുകി കുതിർത്ത് വെച്ച പരിപ്പും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഒരൊറ്റ വിസിൽ കേൾക്കുന്നിടം വരെ വെന്താൽ മതി. കാരണം മത്തങ്ങയും പരിപ്പൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനങ്ങളായ കാരണം മത്തങ്ങയും പരിപ്പും വേകുന്ന സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം. അപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് വേണ്ടത്ര തേങ്ങയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കുറച്ച് ജീരകവും കൂടി ആദ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടും. അപ്പം ഞാനത് അരച്ചത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ കുക്കറിൽ മത്തങ്ങയും പരിപ്പും വെന്ത് വന്നു. അപ്പോൾ മത്തങ്ങയും പരിപ്പും ഞാൻ തവി വെച്ച് ഒന്ന് നല്ലപോലെ ഉടച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അരച്ച് വെച്ച തേങ്ങയും വെള്ളവും കൂടി ചേർത്ത്, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ച തേങ്ങ ചേർത്തു. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് കടുക് വറുക്കാനായിട്ട് താളിക്കാനുള്ളത് നോക്കാം. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് ഇട്ടു. കടുക് ഒന്ന് പൊട്ടി വന്നപ്പം അതിനകത്തോട്ട് ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങയുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. മത്തങ്ങയും പരിപ്പും കൂടിയ കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ. Bye bye from Curry Town.